രാത്രി അമ്മാവന്റെ പെട്ടിലെ കാശടിച്ച് ഞാൻ സ്ഥലം വിട്ട്. ഞാൻ ഇത് തെറ്റാണോ? കഥ ഇനി അവസാനിച്ചിട്ടില്ല. ഈ ക്ലൈമാക്സിന് ഒരു ടൈലന്റ് കൂടി ഉണ്ടായിരുന്നു. ഒരു വോയിസ് റെക്കോർഡ് പ്രത്യക്ഷപ്പെടുന്നു. മേഘന്റെ അച്ഛന്റെ അഡ്വക്കേറ്റിന്റെ വോയിസ് റെക്കോർഡാണ്. എല്ലാവരോടും പറയുന്നുണ്ട് ഇവരുടെ ദാമ്പത്യ ജീവിതത്തെ പ്രശ്നങ്ങളാണ്, എനിക്ക് സംസാരിക്കണം, ഞാൻ അൺഹാപ്പിയാണ് ഒത്തിരി പ്രാവശ്യം പറയുന്നുണ്ട്. അത് ഈ പത്മകുമാറും എന്നോട് പറയുന്നു. എന്നെ സംശയിക്കരുത്. അഖിലിന്റെ അച്ഛനുമായിട്ടുള്ള ഒരു വിഷയങ്ങളൊക്കെ ഈ കുട്ടി പറയുന്നു. അങ്ങനെ ഒരു പ്രോബ്ലം അവരുടെ വീട്ടില് ആ കുട്ടിക്ക് ഒട്ടും നിൽക്കാൻ വയ്യാത്ത ഒരു അവസ്ഥ വരികയൊക്കെ ചെയ്യുമ്പോ അത് ശരി, അൺഹാപ്പി ആണെന്ന് കരുതി ഇങ്ങനെ ഒളിച്ചോടുകയാണ് വേണ്ടത്. എന്റെ രീതി അങ്ങനെ ബസ്സിൽ പോകുമ്പോ ഇവനുമായിട്ട് കമ്പനിയാവുകയും അവനുള്ള ഒരു സുരക്ഷിതത്വം കണ്ട് അവൾ ഇറങ്ങിപ്പോകുന്നു. വെടിവെച്ച് കൊല്ലണപ്പതിനെ. വീട്ടിൽ അച്ഛൻ കുട്ടിയാണ് അഖില്. അച്ഛൻ പറയുന്നതിന്റെ അപ്പുറം അഖില് അച്ഛനെ കണ്ട ഉടനെ എഴുന്നേക്കും. അത്ര പേടിയാണ് അച്ഛനെ. അതെനിക്കിഷ്ടമില്ല. ഇതെല്ലാം റീസണാ സാർ. ഇതെല്ലാം ഒരു എന്റർടൈൻമെന്റ്. ഭക്ഷണം കഴിക്കുകയാണെങ്കിലും അവർക്ക് ഒരു ഫ്രീഡം ഇല്ലെന്നാണ് ഈ കുട്ടി പറയുന്നത്. അവിടെ ഭയങ്കര കൊതുകിന്റെ ശല്യം. പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ ഫുഡും മോശം, ഒരുമാതിരി കുറ്റവാളികളോട് പെരുമാറുന്ന പോലെ ഒരു പെരുമാറ്റം. അച്ഛനാണ് അങ്ങനത്തെ സ്വഭാവം. അഖിലിനോട് പറഞ്ഞിട്ട് അഖിൽ അത് ഒന്ന് ചോദ്യം ചെയ്യുക പോലും ചെയ്തില്ല എന്നുള്ളതാണ് ഈ കുട്ടിയുടെ ദുഃഖം. ആ ഒറ്റ കാര്യത്തിൽ മാത്രമാണ് എനിക്ക് പ്രതിഷേധം. മിന്നണ സാരി എടുത്തോണ്ട് മൂക്ക് കണ്ണാടി വെച്ച് ചന്തി കുലുക്കി നടന്നോണ്ടൊന്നും അന്തസ് കിട്ടില്ലടി. ആ ഗുണം ജനിക്കുമ്പോഴേ കിട്ടണം. ഇതൊക്കെ എന്താ ഒരു പ്രായത്തിന്റെ ഓരോരോ ചോരത്തളപ്പുകളാണ്. മനുഷ്യന്മാർക്ക് വിവേകം നഷ്ടപ്പെടുമ്പോ കാണിച്ചു കൂട്ടുന്ന ഓരോരോ കന്നം തിരിവുകൾ. ശരിക്കും കള്ളനാണെങ്കിലും ഉണ്ടല്ലോ, ഒറ്റയടിക്ക് സത്യം പറയും. മറ്റുള്ള കള്ളന്മാരെ പോലെ പുതക്കാൻ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി. സബ്സ്ക്രൈബ് ചെയ്തേക്കണേടാ പൊന്നു മോനെ.